ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങളെ വേണ്ട വിധം പരിഗണിച്ചില്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ്. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന അവകാശ പ്രഖ്യാപന റാലിയിലായിരുന്നു കോൺഗ്രസിനും CPM-നും മുന്നറിയിപ്പ് നൽകിയുള്ള താമരശ്ശേരി തലശ്ശേരി ബിഷപ്പുമാരുടെ പ്രസംഗം. ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിയായിരുന്നു അവകാശ പ്രഖ്യാപന റാലി. സർക്കാരിനും വനം വകുപ്പിനുമെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതായിരുന്നു കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപന റാലി. ഏറെക്കാലമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയുള്ള മുന്നറിയിപ്പായി. നേരത്തെ ആഹ്വാനം ചെയ്തത് അതനുസരിച്ചാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശം, കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് JB കോശി കമ്മീഷൻ പുറത്തുവിടുക, അങ്ങനെയുള്ള ആവശ്യങ്ങളാണ്. താമരശ്ശേരി ബിഷപ്പിന് പിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിൽ തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും അക്കാര്യം ആവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സമുദായത്തിന്റെ അവകാശ പ്രഖ്യാപന സമ്മേളനമാണ്. പക്ഷേ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് കേവലം വർഗീയമായ ഒരു സമ്മേളനമായിരിക്കില്ല എന്ന് ചരിത്രം എല്ലാ കാലത്തും നിങ്ങൾക്ക് ഉറപ്പു തരുന്ന വസ്തുതയാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വനമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം. വനമന്ത്രിക്ക് കഴിവില്ലെങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ ബിഷപ്പ് ആരോ എഴുതി കൊടുക്കുന്നത് ഒപ്പിടലാണ് മന്ത്രി ശശീന്ദ്രൻ ചെയ്യുന്നതെന്നും വിമർശിച്ചു. ഈ സമ്മേളനം ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്, കഴിവില്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ സാധാരണക്കാരാണ്. നമുക്ക് പ്രബുദ്ധരാകാം, സംഘടിക്കാം, പോരാടാം. ജയ് ക്രൈസ്റ്റ്. കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാമെന്ന തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനം. അങ്ങനെയൊരു തീരുമാനമെടുക്കണമെങ്കിൽ ചങ്കുറപ്പ് വേണമെന്നായിരുന്നു പരിഹാസം. രേഖകൾ കയ്യിൽ കിട്ടും വരെ സമരം ചെയ്തോളൂ, സഭ കൂടെയുണ്ടെന്ന പിന്തുണയും അവകാശ പ്രഖ്യാപന റാലിയിൽ മുനമ്പത്തുകാർക്കായി ഉയർന്നു. BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആരോപണം ഇതിനോടകം തന്നെ അന്തരീക്ഷത്തിൽ ശക്തമാണ്. എന്നാൽ ഇതിനെ തള്ളുന്നതായിരുന്നു താമരശ്ശേരി ബിഷപ്പിന്റെ പ്രതികരണം. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന അതേ പിന്തുണയാണ് കേന്ദ്രത്തിലും നൽകുന്നതെന്ന് പറഞ്ഞ് ചോദ്യത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ പുതിയ പാർട്ടി പ്രഖ്യാപനം എന്നത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ജാഗ്രതയോടുകൂടി കാണേണ്ടതാണെന്നും ഈ അവകാശ പ്രഖ്യാപന റാലി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.